നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വചനം വായിക്കാം. യോഹന്നാൻ 6:51. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ദൈവം തൻ്റെ അമർത്യമായ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആ മഹത്വം ആർക്കും ദർശിക്കാൻ സാധിക്കില്ല. ഇത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശയോട് ഈ ദൈവം വെളിപ്പെടുത്തിയതാണ്. പുറപ്പാട് 33-18 മുതൽ 23 വരെയുള്ള വചനങ്ങൾ വായിക്കാം. പുറപ്പാട് 33:18 മുതൽ 23 വരെ. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്തു, എന്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എന്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അവിടുന്ന് തുടർന്നു, നീ എന്റെ മുഖം കണ്ടുകൂടാ, എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഇതാ എന്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക. എന്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരിടുക്കിൽ ഞാൻ നിർത്തും. ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. അതിനുശേഷം ഞാൻ കൈമാറ്റും. അപ്പോൾ നിനക്ക് എന്റെ പിൻഭാഗം കാണാം, എന്നാൽ എന്റെ മുഖം നീ കാണുകയില്ല. ഈശോ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് 2 തലത്തിലാണ്. ആദ്യത്തെ തലം എന്ന് പറയുന്നത് വചനത്തിലൂടെയാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്ന വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതാണ് യോഹന്നാൻ 6:63. യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. രണ്ടാമത്തെ തലത്തിലേക്ക് വരുന്നതാണ് അപ്പമായിട്ട്. അതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ വചനം. ആദ്യത്തെ തലത്തിലേക്ക് നമ്മൾ പൈതങ്ങളെ പോലെയാണ് വരുന്നത് വചനത്തിന് വേണ്ടിയിട്ട്. 1 പത്രോസ് 2:2. 1 പത്രോസ് 2:2. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവേ. ഹെബ്രായർ 5:12. ഹെബ്രായർ 5:12. ഇതിനകം നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. ഇനിയാണ് ഈ വചനം നമ്മളെ ശുദ്ധി ചെയ്യാനാണ് ദൈവം നൽകുന്നത് ആ തലത്തിൽ. അതാണ് യോഹന്നാൻ 15:3 നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈ തലത്തിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ തലത്തിലേക്ക് നീങ്ങുന്നതാണ് അപ്പത്തിന്റെ തലം. അതാണ് ഹെബ്രായർ 5:14 നമ്മൾ വായിക്കുന്നത്. ഹെബ്രായർ 5:14. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. ഇത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈശോയുടെ ആ സ്നേഹത്തിന്റെ ആഴമാണ്. അതാണ് യോഹന്നാൻ 13:1 നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 13:1. ശിഷ്യന്മാരുടെ പാദം കഴുകുന്നു.
ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. റോമ 5:8. റോമ 5:8. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ഈ അപ്പത്തിൽ അമർത്യതയാണ് ഉള്ളത്, നിത്യജീവനാണ് ഉള്ളത് ആണ് യോഹന്നാൻ 6:54 നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 6:54. എന്റെ ശരീരം ഭക്ഷിക്കുകയോ എന്റെ രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അപ്പം സ്വീകരിക്കുമ്പോൾ നമ്മൾ പിതാവിൻ്റെ ആത്മാവിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. മറ്റ് ഭക്ഷണങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മളിലേക്ക് അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ശരീരം ആ ആത്മാവിലേക്ക് രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പി 3:21. ഫിലിപ്പി 3:21. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അങ്ങനെ നമ്മൾ ഈ ദൈവാത്മാവായിട്ട് ഒരു ഐക്യത്തിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. ഈ കട്ടിയുള്ള ഭക്ഷണം, അതായത് അവിടുത്തെ ശരീരം സ്വീകരിക്കുന്നത് വഴിയായിട്ട്. 1 കൊരിന്തോസ് 6:17. 1 കൊരിന്തോസ് 6:17. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. സങ്കീർത്തനം 63:8. സങ്കീർത്തനം 63:8. എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു. 2 രാജാക്കന്മാർ 18:6. 2 രാജാക്കന്മാർ 18:6. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു, അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. സങ്കീർത്തനം 91:14. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഇങ്ങനെ നമ്മൾ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കുർബാനയിലൂടെ ഐക്യപ്പെടുമ്പോഴാണ് മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരായ ഒരു ജീവിതമായിട്ട് അപ്പമായി മാറുന്നത്. പുറപ്പാട് 33:16. പുറപ്പാട് 33:16. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. ലൂക്ക 24:29 മുതൽ 31 വരെയുള്ള വചനങ്ങൾ. ലൂക്ക 24:29 മുതൽ. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു, അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ഈ ഈശോ എങ്ങോട്ടാണ് അപ്രത്യക്ഷമാകുന്നത്? തൻ്റെ മഹത്വം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അപ്രത്യക്ഷമാകുന്നത് നമ്മുടെ ആത്മാവിലേക്കാണ്. എഫേഷ്യൻസ് 3:17. എഫേഷ്യൻസ് 3:17. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. 1 പത്രോസ് 3:15.
1 പത്രോസ് 3:15. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെ പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. 2 കൊറിന്തോസ് 13:5. 2 കൊറിന്തോസ് 13:5. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കുർബാനയിൽ നമുക്ക് ആത്മീയരായും ജഡികരായും സംബന്ധിക്കാം. ആത്മീയനാണെങ്കിൽ മറ്റു ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും കുർബാനയ്ക്ക് ശേഷമുള്ള ജീവിത ശൈലികൾ. ജഡികനാണെങ്കിൽ മറ്റു ജനതകൾക്ക് വിരോധാഭാസമുള്ള ഒരു ജീവിത ശൈലി ആയിരിക്കും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ്